ഇദ്രീസ് നബി എന്ന പേർ ദർസ് എന്ന ധാതുവിൽ നിന്ന് ഉളവായതാണെന്നും ഇദ്രീസ് നബിയുടെ അപാരമായ അറിവാണ് ആ പേരിന് കാരണമായതുമെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായം പറയുന്നത്. ഇദ്രീസ് നബി അലൈഹിസ്സലാം ജ്യോതിഷത്തിൽ അദ്ദേഹത്തിന് അമാനുഷികമായ ജ്ഞാനമുണ്ടായിരുന്നു. അദ്ദേഹം ഭൂലോകത്താണ് ആരാധനയിൽ മുഴുകിയിരുന്നതെങ്കിലും മലക്കുകളാം അദ്ദേഹത്തിന് കൂടെ ആകാശത്തിലേക്ക് ആരോഹണം ചെയ്യിച്ചുവെന്നും ഇദ്രീസിനെ കിതാബിൽ നോക്കുക, അദ്ദേഹം സത്യസന്ധനും പ്രവാചകനുമാണെന്ന്, അദ്ദേഹത്തിന് നാം ഉയർന്ന സ്ഥാനത്തേക്ക് ആരോഹണം ചെയ്യിച്ചു എന്ന് ഖുർആൻ വചനത്തെയും മറ്റും ആസ്പദമാക്കി അദ്ദേഹം വാനലോകത്ത് അധിവസിക്കുന്നതായും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അദ്ദേഹം തുന്നൽ പണി ചെയ്തിട്ടുണ്ടായിരുന്നു. സൂചി കുത്തുമ്പോഴെല്ലാം അള്ളാഹുവിനെ അദ്ദേഹം സ്തുതിക്കുകയും ചെയ്തിരുന്നു. തുന്നൽ പണി അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗവുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ജോലിയിൽ നിന്നും വിരമിച്ചു അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മരണത്തിന്റെ മലക്ക് ഒരു മനുഷ്യയുടെ വേഷത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. കൊല്ലം മുഴുവനും വൃതാനുഷ്ഠാനത്തിൽ കഴിച്ചുകൂട്ടിയിരുന്ന അദ്ദേഹം ആ ദിവസത്തിൽ നോമ്പിൽ നിന്നും വിരമിച്ചു. ഭക്ഷണം അദ്ദേഹത്തിന് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെടാറും അദ്ദേഹം ആവശ്യാനുസരണം തിന്നും ബാക്കിയാവുന്നത് സ്വർഗത്തിലേക്ക് മടക്കി അയക്കാറുമായിരുന്നു പതിവ്. അന്നത്തെ ഭക്ഷണം നബി അതിഥിക്ക് നീക്കി വെച്ചു കൊടുത്തു. എങ്കിലും അതിഥി അത് ഭക്ഷിക്കാൻ കൂട്ടാക്കാതെ ആരാധനയിൽ മുഴുകുകയാണ് ചെയ്തത്. ഇദ്രീസ് നബിക്ക് ആ അതിഥിയുടെ ഭക്ഷണ വിരക്തിയിൽ അതിയായ അത്ഭുതമുളവായി. അദ്ദേഹം ആരാണെന്നറിയാൻ ഇദ്രീസിന് വളരെ മോഹമുണ്ടായിരുന്നു. നേരം പുലർന്നപ്പോൾ അതിഥിയും ഇദ്രീസ് നബിയും കൂടി പുറത്തിറങ്ങി വിവിധ സ്ഥലങ്ങളും സന്ദർശിച്ചു തുടങ്ങി. അവർ ഗോതമ്പ് പാടം സന്ദർശിച്ചു. ഗോതമ്പ് കതിരുകളാം വിളഞ്ഞു നിന്നിരുന്നു. അപ്പോളാം മരണത്തിന്റെ മലക്കായിരുന്നു ആ അതിഥി ഇപ്രകാരം പ്രസ്താവിച്ചു: നമുക്ക് വിശപ്പുണ്ടല്ലോ, ഈ ഗോതമ്പ് കതിർ ഊരിയെടുത്ത് നമുക്കിരുവർക്കും വിശപ്പകറ്റാം. നബി മറുപടി പറഞ്ഞു: നിങ്ങളുടെ സ്ഥിതി അത്ഭുതകരമായിരിക്കുന്നു. ഇന്നലെ രാത്രി ഹലാലായ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ കൂട്ടാക്കിയില്ല, ഇപ്പോൾ ഹറാമായ ഭക്ഷണത്തിന് മോഹിക്കുകയും ചെയ്യുന്നു. അനന്തരം ഒരു മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോൾ അതിഥി അത് പറിച്ചു തിന്നാൻ അഭിപ്രായപ്പെട്ടു. ഇദ്രീസ് അലൈഹിസ്സലാം ഇങ്ങനെ ഉപദേശിച്ചു: അന്യന്റെ ധനത്തിന്മേൽ കൈവക്കുന്നത് ഹറാമാണ്, അത് പാടില്ല. പിന്നെയും അവർ കുറേ ദൂരം നടന്നു. അങ്ങനെ ഒരു നല്ല ആട് അവരുടെ ദൃഷ്ടിയിൽ പെട്ടപ്പോൾ അതിൻ്റെ മാംസം ഭക്ഷണമാക്കാൻ അതിഥി അഭിപ്രായപ്പെട്ടു. അന്യന്റെ ആടിനെ അറുത്തു തിന്നാൻ നമുക്ക് പാടില്ല എന്നും ഇദ്രീസ് നബി നിരോധിച്ചു. അങ്ങനെ ഇദ്രീസ് നബിയും അതിഥിയും 3 ദിവസങ്ങളോളം ഒരുമിച്ച് സഞ്ചരിച്ചപ്പോൾ അതിഥി ആരാണെന്നുള്ള കാര്യത്തിൽ നബിക്ക് സംശയമുളവായി. അദ്ദേഹം മനുഷ്യരിൽ പെട്ടവനായിരിക്കുകയില്ലെന്ന് ഇദ്രീസ് നബി മനസ്സിലാക്കി. അതിഥിയെ അദ്ദേഹം നിർബന്ധിച്ചു: നിങ്ങൾ ആരാണെന്നുള്ള സത്യാവസ്ഥ ഇനി വ്യക്തമാക്കണം. ഞാൻ അസ്രായിലാണ്. മലക്ക് മറുപടി പറഞ്ഞു. ഓരോ ജീവിയുടെയും ആത്മാവിനെ പിടിച്ചെടുക്കുന്നത് നിങ്ങൾ തന്നെയാണോ? നബി ചോദിച്ചു. അതെ എന്നായിരുന്നു മറുപടി. എന്നാൽ പിന്നെ എൻ്റെ ആത്മാവിനെ പിടിച്ചെടുക്കാനായിരിക്കും നിങ്ങൾ വന്നിരിക്കുന്നത്, നബി പ്രസ്താവിച്ചു. അതിന് മലക്ക് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ നിങ്ങളെ ആനന്ദിപ്പിക്കാനായി മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അസ്രായേലിൻ്റെ ആ മറുപടി കേട്ടപ്പോൾ നബി ചോദിച്ചു: നിങ്ങളും ഞാനുമായി സഹവാസം തുടങ്ങിയിട്ട് 3 ദിവസമായല്ലോ. ഈ 3 ദിവസങ്ങളിൽ നിങ്ങൾ ആരുടെയെങ്കിലും റൂഹിനെ പിടികൂടിയിട്ടുണ്ടോ? അസ്രായേൽ ഇങ്ങനെ മറുപടി പറഞ്ഞു: ഉണ്ട്. അവയെല്ലാം നിങ്ങളുടെ കയ്യിൽ ഭക്ഷണം എങ്ങനെയിരിക്കുമോ അതുപോലെ ഞാൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അള്ളാഹു നിശ്ചയിച്ച അവധിയെത്തിയാൽ ഓരോ ജീവിയുടെയും നേരെ ഞാൻ കൈനീട്ടി അതിൻ്റെ ആത്മാവിനെ കരഗതമാക്കുന്നു. എന്നാൽ നിങ്ങളുമായി ഒരു സ്നേഹബന്ധമുണ്ടാക്കുക മാത്രമാണ് ഇപ്പോഴത്തെ എൻ്റെ അഭിലാഷം. ഇദ്രീസ് നബി അസ്രായേലിനോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങളാം റൂഹ് പിടിച്ചെടുക്കുന്നത് എനിക്കൊന്ന് കാണിച്ചു തരണം. അതിൻ്റെ ഫലം എനിക്ക് ആസ്വദനീയമാകുമെങ്കിൽ സ്നേഹബന്ധമുണ്ടാക്കാൻ ഞാൻ സന്നദ്ധനാണ്. അസ്രായേൽ ഇങ്ങനെ പറഞ്ഞു: അള്ളാഹുവിൻ്റെ അനുവാദമില്ല. നബി: അനുവാദം നിങ്ങളാം വാങ്ങണം. മരണവേദന അനുഭവിച്ചാൽ അള്ളാഹുവിൽ എനിക്ക് ഭയഭക്തിയുളവാകും. അവനെ ആരാധിക്കുന്നതിന് ഉത്സാഹവും വർദ്ധിക്കുകയും ചെയ്യും. മലക്ക് അള്ളാഹുവിനോട് അനുവാദത്തിന് അപേക്ഷിച്ചപ്പോൾ അള്ളാഹു അനുവദിച്ചു. മലക്കുൽ മൗത്ത് ഇദ്രീസ് നബിയുടെ റൂഹിനെ തൽക്ഷണം പിടിച്ചെടുത്തു. അനന്തരം മലക്കിന്റെ പ്രാർത്ഥനയനുസരിച്ച് ഇദ്രീസ് നബിയെ അള്ളാഹു രണ്ടാമത് ജീവിപ്പിക്കുകയും ചെയ്തു. മലക്കുൽ മൗത്തിന്റെ പേരിൽ ഇദ്രീസ് നബിക്ക് അതിയായ സന്തോഷമുളവായി.
അദ്ദേഹം മലക്കിനെ മടിയിൽ പിടിച്ചിരുത്തിക്കൊണ്ട് സ്നേഹബന്ധം പ്രകടിപ്പിച്ചു.